ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ശ്രുതി ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും പണം മോഷ്ടിക്കാനാണ് ചെയ്യുന്നത്. ആ പണം മോഷ്ടിച്ചത് ശ്രുതിയാണെന്നുള്ള കാര്യം വർഷ വീഡിയോ സഹിതം എല്ലാവരുടെ മുമ്പിൽ കാണിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എല്ലാവർക്കും ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ശ്രുതിയുടെ കടയിൽ നിന്ന് കിട്ടിയ ലാഭം കൊണ്ടുപോയിട്ട് രവിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. രവിയാണ് ഇപ്പൊ കടയുടെ മുതലാളി. നീലിമ കൊണ്ടുപോയ പണം തിരികെ ശ്രുതിക്ക് കിട്ടിയ ആ പണം വെച്ചിട്ടാണ് ഷോറൂം ആരംഭിച്ചത് എന്നുള്ള കാര്യം എല്ലാവരും അറിയുന്ന സമയത്ത് ആദ്യം ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ശ്രുതിയുടെ പേരിൽ നിന്നും രവിയുടെ പേരിലേക്ക് ആക്കിയിട്ട് നമ്മുടെ സച്ചി മാറ്റുന്നുണ്ട്. എന്നാണോ പണം തിരികെ ശ്രുതി കൊടുക്കുന്നത് ആ നിമിഷം തന്നെ ആ പ്രോപ്പർട്ടിയുടെ ഓണർഷിപ്പ് ശ്രുതിയുടെ മേലേക്ക് മാറ്റാം എന്നുള്ള കാര്യം പറയുമ്പോൾ പിന്നെ വേറെ ആർക്കും അതിൽ ഒരു അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കി മാറ്റുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കണക്കുകളും അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഇപ്പൊ രവിയാണ് ശ്രുതി ബോധിപ്പിക്കേണ്ടത്. കടയിൽ ലാഭം വന്ന പണം കൊണ്ടുപോയിട്ട് രവിയെ ഏൽപ്പിക്കുന്ന സമയത്ത് രവിയാണെങ്കിൽ ആ പണം ചന്ദ്രയാണ് കേട്ടോ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് അത് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ചന്ദ്രമതിയുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ വാടകയുടെ കാശും കുറച്ച് ഇരിപ്പുണ്ട്, അങ്ങനെ അതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് ബാങ്കിലിടാ എന്നുള്ള കാര്യമാണ് നമ്മുടെ ചന്ദ്ര പറയുന്നത്. എന്നാൽ ശ്രുതിയാണെങ്കിൽ പുതിയൊരു ഷോറൂം ആരംഭിക്കാൻ വേണ്ടി പോവാണ് ഒരു പാർട്ട്ണർഷിപ്പില്. അതിന് കുറച്ച് പണത്തിന്റെ ഒക്കെ ആവശ്യമുണ്ട് അമ്മേ, അതുകൊണ്ട് തന്നെ അമ്മ ഇപ്പം കൊണ്ടുപോയിട്ട് ബാങ്കിലിടണ്ട, വീട്ടിൽ തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 3 ലക്ഷം രൂപയോളം വരുന്ന പണം ചന്ദ്രമതി ആ പണം കൊണ്ടുപോയിട്ട് ലോക്കറിൽ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇതേ സമയം വർഷയുടെ അമ്മയിൽ നിന്നും 2 ലക്ഷം രൂപ ശ്രുതി മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം തിരികെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് വർഷയുടെ അമ്മ ഭയങ്കരമായിട്ട് ശ്രുതിയെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെങ്കിലും ആ പണം കൊടുത്തിട്ടില്ലെങ്കിൽ അധികം വൈകാതെ ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും മഹിമയുടെ കയ്യിൽ നിന്ന് ശ്രുതി പണം മേടിച്ചു എന്നുള്ള കാര്യം ഒന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എങ്ങനെയും ആ പണം കൈക്കലാക്കണം എന്നുള്ള ഒറ്റ മനസ്ഥിതിയിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പതിവ് പോലെ തന്നെ ശ്രുതി ഷോറൂമിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ ശ്രുതിയുടെ അടുത്ത് വരാൻ വേണ്ടി പറയുന്നുണ്ട്. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്കൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാനുണ്ട്, അത് മീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കടയിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. രേവതിയും അതുപോലെ സച്ചിയും ഒക്കെ പതിവ് പോലെ തന്നെ പോകുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് വീട്ടിൽ നിന്ന് പോയി. ചന്ദ്രമതിയും പോകുന്നുണ്ട്. ചന്ദ്രമതിയുടെ ഡാൻസ് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ ചന്ദ്രമതി ഭാമയുടെ വീട്ടിലേക്ക് പതിവ് പോലെ തന്നെ പോവാണ്. അങ്ങനെ ഓരോരുത്തരും ഏത് സമയത്താ പോവുക എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ശ്രുതിക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ട് തന്നെ ശ്രുതി പോവാതെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാവരും പോയിന്ന് ഉറപ്പാക്കിക്കൊണ്ട് ശ്രുതി നേരെ ചന്ദ്രമതിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. ലോക്കറിന്റെ കീ എടുത്തിട്ട് അതിനകത്തുള്ള 3 ലക്ഷം രൂപ നമ്മുടെ ശ്രുതി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ പണം കൊണ്ടുപോയിട്ട് അവരുടെ റൂമിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഉറപ്പായിട്ടും ഈ പണം മിസ്സിംഗ് ആണെന്നുള്ള കാര്യം അറിയുമ്പോൾ സച്ചി എല്ലാ റൂമിൽ കയറി തപ്പുന്നുള്ള കാര്യം ശ്രുതിക്ക് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ വേഗം ആ പണവുമായിട്ട് ആള് വീട്ടിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. നേരെ ചെന്നിട്ട് വർഷയുടെ അമ്മ മഹിമയ്ക്ക് 2 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഷോറൂമിലേക്കാണ് ചെല്ലുന്നത്. ചന്ദ്രമതി ആണെങ്കിൽ ഡാൻസ് ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ തിരികെ എത്തുന്നുണ്ട്. ഇത്രയും പണം വീട്ടിൽ വെക്കുന്നത് സേഫ് അല്ല, ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് അപ്പൊ ബാങ്കിൽ നിന്ന് എടുത്തു കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് പണം കൊണ്ടുപോയിട്ട് ബാങ്കിലിടാ എന്ന് വിചാരിച്ച് നേരെ ലോക്കറിൽ പോയിട്ട് പണം നോക്കുന്ന സമയത്ത് അവിടെ പണം കാണാനില്ല. പണം കാണാനില്ലാത്ത ടെൻഷനിൽ എല്ലാവരും കൂടി വിളിച്ചു കൂട്ടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രവിയും അതുപോലെ തന്നെ രേവതിയും മാത്രമേ ഉള്ളൂ കേട്ടോ. രവിയേട്ടാ പണം കാണുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോൾ നീ ഇന്നലെയല്ലേ ചന്ദ്രത അവിടെ കൊണ്ടുവച്ചത്, അത് ആരെടുത്തോണ്ട് പോകാനെന്ന് ചോദിക്കുമ്പോൾ അറിയില്ല, ഞാൻ വെച്ചെടുത്ത് പണം കാണുന്നില്ല എന്ന് ചന്ദ്രമതി ഭയങ്കര ടെൻഷനായിട്ട് പറയുകയാണേ. ഈ ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കാര്യം അന്വേഷിക്കുമ്പോഴേക്കും രേവതിയുടെ മേലേക്ക് കുറ്റം ചാർത്താൻ വേണ്ടിയിട്ട് ചന്ദ്രമതി ശ്രമിക്കുന്നുണ്ട്. അമ്മ ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അമ്മ എന്തിനാ എല്ലാത്തിനും എന്നെ പറയുന്നത്? ഇങ്ങനെ മറ്റുള്ളവരുടെ മോഷ്ടിച്ച് ജീവിക്കേണ്ട ഗതികേടൊന്നും എനിക്ക് ഒരിക്കലും വന്നിട്ടില്ല. നീ എങ്ങാനും കൊണ്ടുപോയിട്ട് മുകളിൽ റൂം കെട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളല്ലേ സമ്പാദിക്കാൻ വേണ്ടി തുടങ്ങിയെന്ന് പറഞ്ഞത്, അതിനകത്ത് എങ്ങാനും കൊണ്ടുവച്ചിട്ടുണ്ടാവുന്നൊക്കെ പറയുമ്പോൾ അതമ്മേ ഞങ്ങൾ 2 പേരും അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ്, അല്ലാതെ ആരുടെയും മോഷ്ടിച്ചെടുത്ത് വെച്ചതൊന്നുമല്ല എന്നൊക്കെ പറയുമ്പോഴേക്കും ആ മതി നിന്റെ പുരാണം അങ്ങ് നിർത്തിക്കോ, എന്തായാലും ഇപ്പൊ പണം കാണാനില്ല, എന്റെ പണം എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. ചന്ദ്രൻ നീ ടെൻഷൻ ആവല്ലേ, പണം എന്തായാലും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും, അല്ലാതെ ഇവിടെ ആര് കയറി വരാനെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചി വന്ന ഉടനെ തന്നെ രേവതി പറയുന്നുണ്ട് ഇങ്ങനെ പണം കാണാനില്ല എന്നുള്ള കാര്യം. സച്ചി വന്നതിന്റെ പിന്നാലെ തന്നെ അങ്ങോട്ടേക്ക് ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടി കയറി വരുന്നുണ്ട്. അവരടുത്തും കാര്യം പറയുന്ന സമയത്ത് അമ്മ എന്തൊക്കെയാ ഈ പറയുന്നതെന്ന് ചോദിക്കുകയാണ്. കാരണം ശ്രുതിയുടെ പണമാണല്ലോ നഷ്ടപ്പെട്ടിരിക്കുന്നത്, അത് മറ്റെന്തൊക്കെയോ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെച്ചതുമായിരുന്നു. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ടെൻഷൻ നമ്മുടെ ശ്രുതിക്കാണ്. എന്നാൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാത്തതുപോലെ ആന്റി വെച്ചെടുത്തൊക്കെ നന്നായിട്ട് നോക്കിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എല്ലായിടത്തും നോക്കിയിട്ട് ഞാനെന്താ ആദ്യമായിട്ടാണോ പണം സൂക്ഷിക്കുന്നത്, ഇതുവരെ ഉണ്ടാവാത്തൊരു സംഭവമാണ്, എനിക്ക് ഉറപ്പാണ് ഇത് ഇവിടെയുള്ള ആരോ എടുത്തതെന്നുള്ള കാര്യം എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ആവുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയും പറയുന്നുണ്ട് ഇതിപ്പോ വല്ലാത്തൊരു കാര്യം തന്നെയാണല്ലോ സംഭവിക്കുന്നത്, ഇവന്റെ കടയിൽ നിന്ന് 3 ലക്ഷം രൂപ പോയി,
ഇപ്പൊ പോരാത്തതിന് വീട്ടിൽ നിന്നും പോയത് 3 ലക്ഷം തന്നെയാണ്. ഇതെന്തത് മോഷ്ടാവ് കറക്റ്റ് 3 ലക്ഷം നോക്കി എടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടേ. നിനക്ക് തമാശ പറയുന്ന കാര്യമല്ലടാ. എന്റെ പണം പോയെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഓവറാക്കുന്നത് കാണുമ്പോ ആരുടെ പണം പോയി കഴിഞ്ഞാലും അത് പണം തന്നെയാണ്. എന്തായാലും ഇത് അറിയാവുന്ന ഒരാൾ തന്നെ എടുത്തെന്നുള്ള കാര്യം എനിക്കും തോന്നുന്നുണ്ടെന്നുള്ള കാര്യം സച്ചിയും പറയാണ് കേട്ടോ. സച്ചിക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ മേല് നല്ല സംശയമുണ്ട്. ശ്രുതിയുടെ നേരെയുള്ള നോട്ടൊക്കെ കാണുമ്പോഴേക്കും നീ എന്തിനാ സച്ചി എന്നെ നോക്കുന്നതെന്നൊക്കെ ചോദിക്കാണ് കേട്ടോ. അല്ല, ഈ വീട്ടില് 2 കള്ളന്മാരാണോ ഉള്ളത്? ഒന്നെങ്കിൽ നിന്റെ ഭർത്താവ് തന്നെയായിരിക്കും പണം എടുത്തിട്ടുണ്ടാവുക, എന്നിട്ട് അവനൊന്നും അറിയാത്തതുപോലെ നിൽക്കുമായിരിക്കും. അല്ലെങ്കിൽ നീയും ആ കാര്യത്തിലൊട്ട് മോശമല്ലല്ലോ എന്നുള്ള കാര്യമൊക്കെ ശ്രുതിയെ നോക്കി പറയുന്ന സമയത്ത് സച്ചി വേണ്ട, നീ അനാവശ്യം പറയരുത് എന്നൊക്കെ പറയുകയാണെ. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, സച്ചി നിർത്ത്, നമുക്ക് എന്തായാലും ഈ കാര്യം പോലീസിനെ അറിയിക്കാം, അതായിരിക്കും ബെറ്റർ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും ശ്രുതി ആദ്യം പറയുന്നുണ്ട് കേട്ടോ. അതെന്തിനാ അങ്ങള് പോലീസിനെയൊക്കെ വിളിക്കുന്നത്? നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു മോഷണം നടന്നൊക്കെ പുറത്തുള്ള ആൾക്കാർ അറിഞ്ഞ് പോലീസ് വന്നു എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അത് മോശമല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും സച്ചി അതിൽ കയറി പിടിക്കാനോട് ചെയ്യുന്നത്. അതെന്താ ശ്രുതി, പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ എന്താ കുഴപ്പം? നമ്മുടെ വീട്ടിലുള്ള ആരും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പണം പോയതല്ലേ, അതുകൊണ്ട് ആരാ എടുത്തെന്നുള്ള കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുന്നത് തന്നെ ആയിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോ ശ്രുതിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാവാണേ. അന്ന് കടയിൽ പണം പോയപ്പോഴും നീ എന്താ പറഞ്ഞത് പോലീസിനെ അറിയിക്കേണ്ട എന്നുള്ള കാര്യം? ഇന്ന് വീട്ടിൽ പോയപ്പോഴും നീ പറയുന്നത് അത് തന്നെയാണെന്നൊക്കെ പറയുമ്പോഴേക്കും ഇനിയിപ്പോ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞിട്ട് സച്ചിക്ക് സംശയം ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ശ്രുതി മിണ്ടാതിരിക്കുകയാണ് കേട്ടോ. എന്നാൽ നമ്മുടെ വർഷയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏതുവരെ പോകും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ഒന്ന് കുറച്ചു നേരത്തേക്ക് സമാധാനമായിട്ട് നിൽക്കുമോ, ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കണക്ട് ചെയ്ത് ടി-വിയിൽ ഒരു വീഡിയോ അങ്ങ് കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഭയങ്കര അത്ഭുതപ്പെട്ട് ഷോക്ക് അടിച്ച പോലെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശ്രുതി ചന്ദ്രമതിയുടെ റൂമിൽ കയറിയിട്ട് പണം എടുക്കുന്നത് നമ്മുടെ വർഷ കറക്റ്റ് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് ശ്രുതിക്കും ശരിക്കും ഭയങ്കര ഷോക്കായതുപോലെ ആവുകയാണ്. ആരും ഇല്ലാന്ന് ഉറപ്പാക്കിയിട്ടാണല്ലോ ആള് പണം എടുത്തത്. പക്ഷേ വർഷ സാധാരണയായിട്ട് നേരത്തെ പോകുന്നതാണല്ലോ എല്ലാവരും ഇറങ്ങുന്നതിന് മുമ്പ്. ഇന്ന് വർഷ ലീവ് എടുത്തിട്ട് വീട്ടിൽ തന്നെ ഇരുന്നതാണ്. അതുകൊണ്ട് ഈ സംഭവം എല്ലാം കറക്റ്റ് കാണാൻ വേണ്ടി സാധിച്ചു കേട്ടോ. ഈ രംഗം കണ്ട ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ തുള്ളിയും കണ്ട് നമ്മുടെ ശ്രുതിക്ക് നേരെ ചെന്നിട്ട് നല്ലോണം പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നീയാണോടി എന്റെ റൂമിൽ കയറിയിട്ട് പണം എടുത്തത്, എന്നിട്ട് നീ ഒന്നും അറിയാത്ത പഞ്ചപാവത്തിനെ പോലെ ഇവിടെ വന്ന് നിന്നല്ലേ, എവിടെയാണ് എന്റെ പണം എന്നുള്ള കാര്യം ചോദിക്കാൻ കേട്ടോ. അതാൻറ്റി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. പൗഡർ എടുത്ത് പണം എടുത്തിട്ട് എന്തായാലും ഒരുപാട് നേരമൊന്നും ആയിട്ടില്ലല്ലോ, അതൊന്നൊരു കയ്യിൽ നിന്ന് ചെലവായിട്ടുണ്ടാവില്ല. പണം എടുക്ക് പൗഡർ എടുത്ത് എന്നുള്ള കാര്യം സച്ചിയും പറയുന്ന സമയത്ത് അതാൻറ്റി എന്റെ കയ്യിൽ നിന്ന് പണം ചെലവായി 1 ലക്ഷം രൂപ മാത്രമേ എന്റെ കയ്യിലുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോ ഇത്ര പെട്ടെന്ന് നീ 2 ലക്ഷം രൂപ ചെലവാക്കിയോ? സത്യം പറ ശ്രുതി, നീ എവിടെയാ പണം കൊടുത്തത്, ആർക്കാ പണം കൊടുത്തത്, എന്തിനാ പണം എടുത്തതെന്നൊക്കെ നമ്മുടെ ശ്രുതി ഇങ്ങനെ മാറി മാറി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് ഞാൻ ഒരാളുടെ നിന്ന് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു, അവർക്ക് കൊടുത്താന്നുള്ള കാര്യം പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട്, കടം കൊടുത്ത ആളുടെ പേരും കൂടി പറയുക ചേച്ചി എന്നുള്ള കാര്യം. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ ജസ്റ്റ് വർഷയെ നോക്കുന്നുണ്ട്. ശ്രുതി ചേച്ചി പണം കൊണ്ടുപോയി കൊടുത്തത് എന്റെ അമ്മയ്ക്കാണെന്നുള്ള കാര്യം പറയാണേ. മഹിമയ്ക്കോ? നീ എന്തിനാ മഹിമയുടെ അടുത്ത് പണം മേടിച്ചതെന്നുള്ള കാര്യം ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അതാൻറ്റി എനിക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും നീ മഹിമയുടെ കയ്യിൽ നിന്ന് വരെ പണം മേടിക്കാനൊക്കെ ആയോ? അതിന് മാത്രം നിനക്ക് എന്താ ആവശ്യമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് കണക്കിന് കൊടുക്കാനുണ്ടോ ചന്ദ്ര? അതിനിടയ്ക്ക് ശ്രുതി പറയുന്നുണ്ട്, നീ ആർക്ക് പണം കൊടുക്കുകയോ മേടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷേ എന്റെ 2 ലക്ഷം രൂപ എനിക്ക് എത്രയും വേഗം കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ള കാര്യം ശ്രുതി പറയാണ്. അത് മാത്രമല്ല, എന്റെ കടയിൽ നിന്ന് അന്ന് 3 ലക്ഷം രൂപ എടുത്തത് നീയാണെന്നുള്ള സംശയം എനിക്കിപ്പോ ഉണ്ടെന്ന് പറയുമ്പോ അതെന്താ ശ്രുതി, നീ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന വിചാരിച്ചപ്പോ ഇപ്പോ എന്നെ കുറ്റപ്പെടുത്താണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ എന്തായാലും മോഷ്ടിക്കുകയാണ് ചെയ്തത്. കടയിലെ ലോക്കറിന്റെ നമ്പർ നിനക്കും എനിക്കും അല്ലാതെ മറ്റാർക്കും അറിയില്ല. എന്തായാലും എന്റെ കടയിൽ നിന്ന് ഞാൻ ഒരിക്കലും പണം എടുക്കില്ല. അതുകൊണ്ട് തന്നെ അതെടുത്തത് നീയാണെന്നുള്ള സംശയം എനിക്ക് ഉണ്ടെന്നുള്ള കാര്യം പറയാണേ. അത് മാത്രമോ, പോലീസിനെ അറിയിക്കുന്ന കാര്യം പറഞ്ഞപ്പോ നീയാണ് തടസ്സം നിന്നത് അന്നും ഇന്നും. അതുകൊണ്ട് അതിന്റെ പിന്നിലും നീയാണെന്നുള്ള ബലമായ സംശയം എനിക്കുണ്ട്. എത്രയും വേഗം തന്നെ എന്റെ പണം എനിക്ക് തിരികെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യം പിടിച്ചിട്ട് ഉള്ളിലേക്ക് കയറി പോവാണ്. എന്തായാലും പൗഡർ എടുത്ത് കൊള്ളാം, താൻ നല്ലൊരു കേടിയാണെന്നുള്ള കാര്യം എനിക്കറിയാം, ഇപ്പൊ നല്ലൊരു മോഷ്ടാവും കൂടിയാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയും കണക്കിന് പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോ തല കുനിച്ച് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്.